ആശംസകൾ. ചിങ്ങം 1 കർഷക ദിനമായി നാം ആചരിക്കുകയാണ്. അന്നമൂട്ടുന്ന കർഷകരെ ആദരിക്കുന്നതിനും അവരുടെ മഹത്തായ സേവനങ്ങളെ അനുസ്മരിക്കാനുള്ള അവസരം കൂടിയാണിത്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ന് നിങ്ങൾ എനിക്ക് ധാന്യം നൽകുകയാണെങ്കിൽ അത് ഞാൻ ഇന്ന് ഭക്ഷിച്ച് വിശപ്പടക്കും. എന്നാൽ എങ്ങനെയാണ് ധാന്യം കൃഷി ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഞാൻ കൃഷി ചെയ്ത് ദിവസവും അത് ഭക്ഷിച്ച് വിശപ്പടക്കും. കൃഷിയുടെയും കാർഷിക സംസ്കാരത്തിന്റെയും പ്രാധാന്യം വ്യക്തമാക്കുന്ന വാക്കുകളാണിവ. അതിര് കാക്കുന്ന യോദ്ധാവും കതിര് കാക്കുന്ന കർഷകരും നാടിന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. എന്നാൽ ഇന്ന് കർഷകർക്ക് അവർ അർഹിക്കുന്ന പിന്തുണ ലഭിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നും കർഷകർക്ക് വേണ്ട പിന്തുണ ലഭിക്കുക തന്നെ വേണം. പ്രിയ കൂട്ടുകാരെ, കൃഷിയിലേക്ക് തിരിച്ചു വരാനും മണ്ണിലിറങ്ങി പണിയെടുക്കാനും അങ്ങനെ പഴമയുടെ പുണ്യം നേടാനും നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി കർഷക ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് കിസാൻ. വന്നതു കണ്ടാളേ നിലമൊരുക്കിയതോനാണേ, വെയിലു വന്നേ പാടം തെളിഞ്ഞേ കതിരു നന്നേ കാണണേ. നനവിതച്ചതു പെണ്ണാണേ, നിരയൊരുക്കിയതോളാണേ, മണ്ണിനു നന്നേ നാളവും വന്നേ കുളിരു കൊണ്ടേ ചൂടണേ. കനവു നിറയെ വിള കൊയ്യാൻ കൃഷി പാഠമറിയണം, നല്ല വിത്ത് വേണ്ട വളം രോഗകീടമറിയണം. മെച്ചമായി വിളയിറക്കാൻ കാലാവസ്ഥ അറിയണം, ലാഭമായി വിളവിൽക്കാൻ വിപണി വിവരമറിയണം. തന്താനേ 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 തന്താനേ. നിറയെ നിറയെ പദ്ധതികൾ പുതിയ വിളകൾ, നിറയെ നിറയെ പദ്ധതികൾ പുതിയ രീതികൾ, മലയാള കർഷകന്റെ വഴികാട്ടി കിസാൻ കൃഷി ദീപം, കിസാൻ കൃഷി ദീപം, കിസാൻ കൃഷി ദീപം. ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ദിനം. കർഷക നാടിൻ നട്ടെല്ലാണ്, കർഷക നാടിൻ നട്ടെല്ലാണ്. അന്നം നൽകും ജീവിതമാണ്, അന്നം നൽകും ജീവിതമാണ്. കർഷക ജനതയ്ക്കൊപ്പം നിന്ന്, കർഷക ജനതയ്ക്കൊപ്പം നിന്ന് താങ്ങും തണലും നൽകണം, താങ്ങും തണലും നൽകണം. ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ദിനം. വിയർപ്പൊഴുക്കും കർഷക ജനത, വിയർപ്പൊഴുക്കും കർഷക ജനത. നാടിനെന്നും അഭിമാനം, നാടിനെന്നും അഭിമാനം. ആദരവേഗം കൈത്താങ്ങേകാം, ആദരവേഗം കൈത്താങ്ങേകാം. തളർന്നിടാതെ കരുത്തേകാം, തളർന്നിടാതെ കരുത്തേകാം. ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ജനത, ജയ് ജയ് കർഷക ദിനം, ജയ് ജയ് കർഷക ദിനം. ഈ കർഷക ദിനത്തിൽ തേനീച്ച വളർത്തലിനെ പറ്റി നമ്മെ പരിചയപ്പെടുത്തുന്നത് കൃഷിയെ സ്നേഹിക്കുന്ന തീക്കോയി ഗ്രാമത്തിലെ മികച്ച കർഷകനായ ശ്രീ ജോണി മാത്യു പോർക്കാട്ടിലാണ്. തീക്കോയി സെന്റ് മേരീസ് എൽ.പി. സ്കൂളിലെ മുൻ PTA പ്രസിഡന്റായിരുന്ന ഇദ്ദേഹം സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്.
കൃഷി ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാം. അതിനെപ്പറ്റി നന്നായിട്ട് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്കത് ചെയ്യേണ്ട സമയങ്ങളിൽ അതിൻ്റെ പണികളും ജോലികളും ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ തേനീച്ച കൂട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ സീസണിൽ, അതായത് ഒരു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് പിന്നെ ആദായം കിട്ടുന്നത്. ആ സമയത്താണ് നമ്മൾ തേൻ എടുക്കുന്നത്. റബ്ബറിൻ്റെ ഇലയൊക്കെ തളുത്തു വരുന്ന സമയം അറിയാൻ മേലെ, ആ സമയത്താണ് നമുക്ക് തേൻ കിട്ടുള്ളൂ. അത് നമ്മളിങ്ങനെ തേൻ എടുത്ത് വെച്ച് ഇങ്ങനെ പ്രോസസ് ചെയ്ത് നമ്മൾ കണ്ടതുപോലെ ചെയ്ത് വെച്ച് നമ്മളത് വിറ്റ് കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ട്. അതിങ്ങനെ വ്യാവസായികമായിട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനെ ചെറുകിട വീടുകളിൽ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ചെറുതേൻ പെട്ടികൾ നമ്മൾ കണ്ടോ, ചെറുതേനീച്ച കൂടുകൾ കണ്ടോ. ഈ ചെറുതേനീച്ച കൂടുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ അകത്ത് നല്ല വരുമാനമുണ്ട്. അതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒത്തിരി പൈസ കൂടുതൽ നമുക്ക് കിട്ടും. അപ്പം ലാഭകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കുറച്ച് സ്ഥലമുള്ള വീടുകളിൽ നമുക്ക് തേനീച്ച കൃഷി നടത്താൻ പറ്റുമോ? അത് തീർച്ചയായിട്ടും പറ്റും. നമുക്ക് ഈ ചെറുതേനീച്ച കൂടുകളൊക്കെ വീടിൻ്റെ ഇറമ്പിക്കൂടെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യാൻ പറ്റും. നമ്മളെപ്പോലെ ഇതുപോലെ പറമ്പിക്കൂടെ വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലാത്തടത്തെല്ലാം വീടിൻ്റെ ഇറമ്പിക്കൂടെയൊക്കെ ഇങ്ങനെ തൂക്കിയിരുന്ന് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ ഞൊടിയിലീച്ചകൾ നമുക്ക് വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒരു എങ്ങനെയും മാവും അങ്ങനെയൊക്കെ ചെറിയ തണകളുണ്ടെങ്കിൽ ഇതിനെ കൂടെ ഒരു 5-10 പെട്ടിയൊക്കെ വെക്കാൻ പറ്റും. അപ്പോൾ അതിലാകുമ്പോൾ ചെറിയ സ്ഥലമുള്ളവർക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ തേനിന് എന്താണ് വില? ഇപ്പോൾ തേനിനെ നമ്മൾ ഈ പെട്ടിയിൽ ഇതുകൊണ്ട് വൻതേന് നമ്മൾ 300 രൂപ, കിലോയ്ക്ക് 300 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു. ചെറുതേൻ കണ്ടില്ലേ, നമ്മൾ ചെറുതേനാണെങ്കിൽ ഒരു കിലോയ്ക്ക് 2500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കി തേനീച്ച പെട്ടികൾ ഞങ്ങളിൽ ഒന്ന് കാണിക്കാമോ? തീർച്ചയായിട്ടും കാണിച്ചു തരാമല്ലോ. മഴക്കാലത്ത് തേനില്ലല്ലോ, പറമ്പിലൊന്നും തേനില്ലല്ലോ, ഈച്ചകളൊക്കെ പൂക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തേൻ ഇങ്ങനെ തീറ്റ ഇങ്ങനെ ഇതിനകത്ത് ഒഴിച്ചിട്ട് കൊടുക്കും. അവരത് തേനീച്ച കൃഷിയല്ലാതെ വേറെ ഫലവൃക്ഷങ്ങളുണ്ടോ? ഇവിടെ ഒട്ടുമിക്ക ഫലവൃക്ഷങ്ങളും നമ്മുടെ പറമ്പിൽ തന്നെ എല്ലാം ഉണ്ട്. പിള്ളേർക്ക് ഞാനിവിടെ മങ്കുവച്ചിന് തരാം. അതുപോലെ തന്നെ മറ്റേ റംബുട്ടാനുണ്ട്. ഇങ്ങനെ പല കൂട്ടം ഫലവൃക്ഷങ്ങളുണ്ട്. പിലോസാനുണ്ട്. എല്ലാം കാണിച്ചു തരാം. വളർന്നു വരുന്ന ഞങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് ഒരു സന്ദേശം തരുമോ? നമുക്ക് നിങ്ങൾക്ക് വീടുകളിലൊക്കെ ചെറിയ തോതിൽ കൃഷികളെല്ലാം ചെയ്ത് ചെറിയ ചെടികളും ഒക്കെ നട്ട് വളർത്തി ആദ്യം അങ്ങനെ തുടങ്ങി വീടിൻ്റെ പരിസരത്തൊക്കെ നട്ട് വളർത്തി തുടങ്ങണം. അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ വളർന്നു വരുമ്പോൾ ഈ തേനീച്ച പെട്ടികളും ഇതൊക്കെ ഇതിനോടൊക്കെ താല്പര്യം വരികയും രണ്ടുപേർ ഇങ്ങനെ പെട്ടികളൊക്കെ നോക്കാനുള്ളൊരു താല്പര്യം തുടങ്ങി വെച്ച് ഇങ്ങനെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ രീതിയിൽ നമുക്ക് ചെയ്യുന്ന കഴിയുമ്പോൾ നമുക്കൊരു വരുമാനമാകും, നമുക്കൊരു ഹോബിയാവും. നല്ല കാര്യമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചതിന് ജോണി ചേട്ടന് പ്രത്യേകം നന്ദി. പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ. മണ്ണ് കിളയ്ക്കണതാവേശമാ, നെല്ല് കിളിർക്കണതാഘോഷമാ, മട്ടുപ്പാവിൽ താഴെ മുറ്റങ്ങളിൽ പൊട്ടിപ്പുലരണ വിത്താകെയും വഴിയിടറിയ പുഴയിൽ പുതുജലകണമുണർന്നു. പുഴയരികിലെ മരങ്ങൾ നനവുയിരത് നുകർന്നു. മണ്ണ് കിളയ്ക്കണതാവേശമാ, നെല്ല് കിളിർക്കണതാഘോഷമാ, മട്ടുപ്പാവിൽ താഴെ മുറ്റങ്ങളിൽ പൊട്ടിപ്പുലരണ വിത്താകെയും